വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ പൊട്ടൻഷ്യ 2K26 റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും നേതൃപാഠവും വളർത്തുന്നതിനായി IAS ജൂനിയർ പൊട്ടൻഷ്യ 2K26 എന്ന പേരിൽ 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെയ് 24, 25 തീയതികളിലായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാദമിയിൽ വെച്ച് ക്യാമ്പ് നടന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. ചടങ്ങിൽ എക്സ്റ്റാക് ഡയറക്ടറും കിംസ് അൽ ഷിഫ ആശുപത്രിയുടെ വൈസ് ചെയർമാനുമായ ഡോക്ടർ പി ഉണ്ണി, എക്സ്റ്റാക്സ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് മുഹമ്മദ് റോഷൻ എന്നിവർ സന്നിഹിതരായി. ഇത് ശരിക്കും ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ്, ലെഷറല്ല. ഈ കുട്ടിക്കകത്ത് ഏത് വ്യക്തിക്കകത്തും ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, എന്താവണം എന്നൊരു താല്പര്യം ഉണ്ടാവും. ഈ കുട്ടികളെ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത് ഭാവിയിലെ ലീഡർ ആവണം എന്നുള്ളതാണ്. വെദർ ദേ ആർ കമ്മിങ് ടു സിവിൽ സർവീസ് ഓർ നോട്ട്, അവർ IAS ആണ് അവർ പ്രിഫറൻസ് എങ്കിൽ അവർക്ക് IASലേക്ക് വരാം. പക്ഷേ IAS മാത്രമല്ല IAS അക്കാഡമിയുടെ ലക്ഷ്യം. ഇതൊരു വലിയ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു ലീഡർഷിപ്പ് ഹബ്ബാകണം എന്നുള്ളതാണ്. അവർ ലോകത്തിന് മുമ്പിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമേഴ്സായി മാറണം എന്നുള്ളതാണ്. അതിനുള്ള വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനമായി ഈ 4 വർഷത്തിനകം തന്നെ ഇത് മാറിക്കഴിഞ്ഞു. ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് സ്ഥാപനത്തെ നമുക്ക് മാറ്റണം. ഒരു വലിയ തോതിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ എക്സലൻസ് സെൻ്ററായിട്ട് നമ്മൾ ഇതിനെ മാറ്റുകയാണ്. UPSC CSE ടോപ്പർ 2025 റാങ്ക് 511 നേടിയ ജഹാന സരീൻ VP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വരാൻ പറയുമ്പോൾ അതൊരു റെക്കഗ്നിഷൻ കൂടിയാണ്. ഞാൻ 2024 മുതൽ 2 കൊല്ലത്തോളം ക്രിയയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2 കൊല്ലം ഞാൻ ജീവിച്ചത് ഇവിടെയാണെന്ന് പറയും. അപ്പോൾ ഇവിടേക്ക് എന്നെ തിരിച്ചു വന്നതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ വിജയത്തിൽ വലിയൊരു ഫാക്ടർ ക്രിയ തന്നെയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ എല്ലാം അണ്ടർ ദ വൺ റൂഫാണ്. നമുക്ക് ഹോസ്റ്റലായാലും മെസ്സായാലും റീഡിംഗ് റൂം ആയാലും. അപ്പോൾ ഒരുപാട് സമയം ടൈം സേവ് ചെയ്യാൻ പറ്റിയത് ക്രിയയിൽ വെച്ചിട്ടാണ്. ഒരുപാട് സമയം ഇപ്പോൾ ഒരു 10 to 10 hours ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫുഡ് നല്ല ഫുഡാണ്. പിന്നെ ലേണിംഗ് എക്കോസിസ്റ്റം ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്, മെൻറ്റേഴ്സ് ആയാലും എല്ലാവരായാലും. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്ന ഇന്ററാക്റ്റീവ് സെഷനുകളോടെയാണ് ക്യാമ്പിന് തുടക്കമായത്. തുടർന്ന് ക്യാമ്പ് ഫയർ, ട്രക്കിംഗ്, യോഗ, വെൽനസ് സെഷനുകൾ, ആത്മവിശ്വാസ വർധനയ്ക്കുള്ള ആക്ടിവിറ്റികൾ, ഗെയിംസും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ബിൽഡിംഗ് ഗോൾസ് ആൻഡ് ഫ്യൂച്ചർ തിങ്കിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന വിഷ്വലൈസേഷൻ സെഷൻ വിദ്യാർത്ഥികൾക്ക് ഭാവി ലക്ഷ്യങ്ങൾ വ്യക്തമായി രൂപപ്പെടുത്താൻ സഹായകമായി. യൂണിക് ID പ്രോഗ്രാം വഴി ഓരോ വിദ്യാർത്ഥികളുടെയും വ്യക്തിത്വവും കഴിവുകളും തിരിച്ചറിയുന്നതിനുള്ള പരിശീലനവും നൽകി. വിദ്യാർത്ഥികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ച ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ക്രിയ IAS അക്കാഡമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവാണ് ജൂനിയർ IAS ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലവിൽ 18ഓളം ബാച്ചുകളിലായിട്ട് 1000ഓളം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുള്ള കാസർഗോഡ് ജില്ല മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ ജില്ലകളും നമുക്ക് ഈ ബാച്ചുകളുണ്ട്. ആ ബാച്ച് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 100 മണിക്കൂറിൻ്റെ ഒരു കോഴ്സാണ്. ആ 100 മണിക്കൂർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത് സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളും അതോടൊപ്പം തന്നെയുള്ളത് അവർക്ക് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസുമാണ്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസിൻ്റെ ഒക്കെ അതിനൊരു നല്ല രീതിയിൽ അത് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. നമ്മളിപ്പോൾ ഈ ദിവസം 24-നും 25-നും ഇവിടെ റെസിഡൻഷ്യൽ ക്യാമ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് നാദാപുരത്തു നിന്ന് വന്ന കുട്ടികളാണ്. ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റു പല സ്ഥാപനങ്ങളിൽ ക്യാമ്പ് ഓൾറെഡി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു ക്യാമ്പ് ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് മാക്സിമം എന്ത് ചെയ്യുക, അവർക്ക് ഈ പറഞ്ഞൊരു സോഷ്യലൈസേഷൻ സ്കില്ല് കൊടുക്കുക, ടാസ്ക് കൊടുക്കുക, ലീഡർഷിപ്പ് റോൾ കൊടുക്കുക, അതോടൊപ്പം തന്നെ സിവിൽ സർവീസിന് ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ നോളജ് കൊടുക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ ഒരു ബേസിക് പർപ്പസ് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. സമാപന ചടങ്ങോടെ ക്യാമ്പ് അവസാനിച്ചു. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മള് രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് ഒന്ന് കൊടുത്താ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും
രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.